സുരേഷ് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ വേണ്ട, എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഫസ്റ്റ് 86-87 കരുണാകരൻ സാറുള്ളപ്പോഴാണ് ജോലി കിട്ടിയത്. 87 അപ്പോയിൻമെൻ്റ് ആയത്. അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ കളിച്ച് കേരള പോലീസിൽ കളിച്ച്, പിന്നെ 91 മോഹൻ ബാലിൽ പോയി തിരിച്ചു വന്നു. കഴിഞ്ഞിട്ട് 93 തിരിച്ചു വന്നിട്ട് സന്തോഷ് ട്രോഫി വിൻ ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോഴേക്ക് ഡബിൾ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് കരുണാകരൻ സാർ തന്നെ ആയിരുന്നു. പക്ഷേ ഞാൻ പ്രൊമോഷൻ മേടിച്ചില്ല, കാരണം എനിക്ക് ഞാൻ കൽക്കട്ടയിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി 16 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു വീണ്ടും കേരള പോലീസിൽ കയറാൻ വേണ്ടി. അപ്പം പിന്നെ റസാഖ് സാറുണ്ട്, സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായിരുന്നു. പിന്നെ സന്തോഷുണ്ട്, പിന്നെ സുധീറുണ്ട്. അവരെ എഴുതിയിട്ട് ഷബ് സാർ പറഞ്ഞു നിങ്ങൾക്ക് പോലീസിൽ കയറേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് കയറണം എന്ന് പറഞ്ഞു. 2 കൊല്ലം വന്നിട്ട് സെവൻസ് കളിച്ച് നടന്നു. ഒരു തോന്നി എനിക്ക് പോലീസിൽ കയറണം. അപ്പം അന്ന് കൊടിയേരി സാറാണ് ആഭ്യന്തരമന്ത്രി. അപ്പോൾ കൊടിയേരി സാറിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുകൊടുത്തു, ഇങ്ങനെ പേപ്പർ എഴുതി കൊണ്ടുകൊടുത്ത്. പറഞ്ഞ് എന്താ പോലീസ് പേടിച്ചിട്ടാണോ പോയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ അതല്ല, വീടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്ത് ഒരു 2011 ജോയിൻ ചെയ്ത്. അപ്പോൾ ഞാൻ SI കയറിയത്. പിന്നെ അന്ന് മറഡോണൊക്കെ വന്നപ്പോൾ എനിക്ക് ഡബിൾ പ്രൊമോഷൻ വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറായിരുന്നു ഡബിൾ പ്രൊമോഷൻ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് AC ആയിട്ട്, അപ്പോൾ ഞാൻ ഡയറക്റ്റ് കോവിഡ് സമയമായിരുന്നു. അപ്പോൾ ഞാൻ സഖാവിൻ്റെ അടുത്ത് പോയി, പിണറായി സാറിൻ്റെ അടുത്ത് പോയി, സാർ എനിക്കൊരു പ്രൊമോഷൻ കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു. AC ആയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കാം, ആൾ ചെയ്യാമെന്ന് പറയും, നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദോഷമായി. എനിക്ക് അന്ന് AC ആയിട്ട് കിട്ടി. പക്ഷേ എനിക്ക് പത്മശ്രീ കിട്ടുമ്പോൾ BJP ആയിരുന്നു. പത്മശ്രീ കിട്ടിയപ്പോൾ BJP ആണ് ഭരിക്കുന്നത്. അത് കഴിഞ്ഞ് പത്മശ്രീ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ സാറിൻ്റെ അടുത്ത് ചെന്നു ഞാൻ, പിണറായി സാറിൻ്റെ അടുത്ത്, സാറേ ഒരു പ്രൊമോഷൻ കിട്ടിയെങ്കിൽ അത് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ റിട്ടയർഡ് ചെയ്യേണ്ട തലേദിവസം എനിക്ക് പ്രൊമോഷൻ കിട്ടി. അപ്പം എന്നെ സംബന്ധിച്ച് ഈ 3 പേര് എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ എനിക്കൊരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും അല്ല, കൽക്കട്ടയിൽ നിന്ന് മറ്റേ ഒരിക്കലും വിളിച്ചില്ല, ഇതേവരെ ലൈഫിൽ വിളിച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ ദാസ് മുർഷി എന്ന് പറഞ്ഞിട്ട് പ്രസിഡൻ്റ് ആയിരുന്നു പണ്ട്, ആൾ മരിച്ച്, ആൾ കോൺഗ്രസിൻ്റെയാണ്. അപ്പോൾ ആളുടെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു ഇലക്ഷൻ വെക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയാം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇതിപ്പോൾ അടുത്ത് ഒരു 3 ആഴ്ച മുന്നേ അത് മോദി സാർ വിട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ഞാൻ തന്നെ പോയി പിക്ക് ചെയ്തതാണ് റെയിൽവേ സ്റ്റേഷനിൽ. എന്നിട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. അപ്പോൾ ആളെന്ന് ഇലക്ഷൻ ലഡേക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഞാൻ ഇലക്ഷൻ നിൽക്കണില്ല. അപ്പോൾ അങ്ങനെ പിന്നെ